എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ നിൽക്കുമ്പം എനിക്കും അറിയത്തില്ല എക്സാക്ട്ലി എന്താ പറയാന്നുള്ള. ഇന്നലെ വൈകുന്നേരം അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ അച്ഛന്മാർ സാധാരണ ട്രാൻസ്ഫർ ആകാറുണ്ട്, എന്നാൽ സിസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ആൾക്കാർക്ക് അത്ര കൃത്യമായിട്ട് അറിയാമോ വ്യക്തമായിട്ട് അറിയാമോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. സോ എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പ്രസംഗം പറയുന്ന ആളൊന്നുമല്ല, പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യാം ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനായിട്ട്. നിങ്ങളൊരു നന്മറിഞ്ഞവരൊക്കെ ചെല്ലിയിരുന്നോ? സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, ഡീക്കൻ, സിസ്റ്റർ ജൂലിയ, സിസ്റ്റർ ആൻമേരി, സ്നേഹം നിറഞ്ഞ ഇടവക കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും സിസ്റ്റർ ജൂലിയയെ അറിയാം. സിസ്റ്റർ ഇവിടെ ഒരു 13 years ആയിട്ട് സിസ്റ്റർ ഷാർലറ്റ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞാനല്ല തുടക്കക്കാരി, പക്ഷേ സിസ്റ്റർ അർച്ചന, സിസ്റ്റർ ആൻമേരി, സിസ്റ്റർ ജൂലിയ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം എപ്പോഴും സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ജെൻറ്റിൽ സ്മൈലായിട്ട്, വളരെ ഹമ്പിളായിട്ട്, ആളിങ്ങനെ ഇരുന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടാൽ കുരുടൻ കാശിനും എടുക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? ആരിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് എന്തിനെക്കുറിച്ചാണ് പറയുക? കുരുമുളകിനെ കുറിച്ചാണ് പറയുന്നത്. കുരുമുളക് ഒരു ചെറിയ സാധനമാണ്, അല്ലെങ്കിൽ നീ കാന്താരി എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയൊരു സാധനമാണ്, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് എന്ന് പറഞ്ഞുള്ള സിസ്റ്റർ ജൂലിയ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആൾ വളരെ പാവമായിട്ടൊക്കെ ഇരിക്കും, പക്ഷേ സാഹചര്യത്തിലൂടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളെക്കാട്ടിൽ ഊർജ്ജസ്വലയായിട്ട് ഓടി നടന്ന് എല്ലാം ചെയ്യാനായിട്ട് വളരെ സന്മനസ് കാണിക്കുന്ന ഒരാളാണ് സിസ്റ്റർ ജൂലിയ. അപ്പോൾ സിസ്റ്റർ ഒരു 15-16 വയസ്സിൽ വീട്ടിൽ നിന്നും വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലേക്ക് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു. ആളെ ഞങ്ങൾ സ്വീകരിച്ചു. ഞാനല്ല, ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് സ്വീകരിച്ചു. സോ അതിനുശേഷം സിസ്റ്റർ ഒരു 20-21 വയസ്സിൽ സിസ്റ്ററിൻ്റെ മിഷണറി ലൈഫ് തുടങ്ങിയതാണ്. ഞങ്ങളുടെ ജനറലായിട്ട് മാനന്തവാടിയാണ്. ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്ന് പറയും. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ഊവയുടെ സഹോദരികൾ. ഞാനിവിടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, പക്ഷേ എന്നാലും ആർക്കെങ്കിലും ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കുഞ്ഞുങ്ങളെ തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം, സന്തോഷമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഞാൻ മലയാളം പറയുന്നത് തിരിയത്തില്ലായിരിക്കും, പക്ഷേ അച്ഛനത് ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരിക്കും. എൻ്റെ ഇംഗ്ലീഷ് വളരെ ബോറാണ്, അതുകൊണ്ട് ഞാനത് പറയാത്തത്. സർ എനിവേ സിസ്റ്റർ തുടങ്ങിയത് മാനന്തവാടിയിലാണ്. സിസ്റ്ററിൻ്റെ വെസ്റ്റേഷന് ശേഷം അവിടെ ഒരു കുറച്ച് വർഷങ്ങൾ വളരെ മിഷണറി സ്പിരിറ്റോട് കൂടി അവിടെ ഉണ്ടായിരുന്ന വൈദികൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന അസിസ്റ്റൻ്റ് വികാരി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു അസിസ്റ്റൻ്റ് വികാരി പൊസിഷൻ ഇല്ല, പക്ഷേ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സിസ്റ്റർ ജൂലിയ. ഞാൻ കോൺഗ്രിഗേഷനിൽ കുഞ്ഞാളായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കാണാം പാൽപ്പൊടി, പഴം, പപ്പടം, പായസം എന്ന് പറഞ്ഞ പോലെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ മിഷൻ വർക്കായിട്ട് കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച്, ലേഡീസിനെ സംഘടിപ്പിച്ച് ഇടവകയിലെ എല്ലാ സിസ്റ്ററിനെ അറിയത്തില്ലാത്ത ഒരു കുടുംബം പോലും മിനിസ്റ്ററി മാനന്തവാടിയിലെ ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ ജനറലേറ്റിൻ്റെ മദർ ഹൗസാണ് മാനന്തവാടി എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു കുടുംബം പോലും സിസ്റ്ററിനെ അറിയത്തില്ലാത്തവരില്ല. അതുപോലെ അവിടെ നടന്ന് പ്രവർത്തിച്ച ഒരു സോഷ്യൽ വർക്കറായിരുന്നു. അതിനുശേഷം സിസ്റ്ററിൻ്റെ പഠനത്തിനൊക്കെ ശേഷം സിസ്റ്റർ ആന്ധ്ര മിഷന് വേണ്ടി പോയി. ആന്ധ്രയിൽ പല സ്ഥലങ്ങളിൽ സുപ്പീരിയർ ആയിരുന്നു. അതുപോലെ മിഷണറി സ്പിരിറ്റിൽ ഓടി നടന്ന് ഒത്തിരി കാര്യങ്ങൾ എവാഞ്ചലൈസ് ചെയ്ത ആളാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെ എല്ലാം കണ്ടാലിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുരുടത്തിയായിട്ട് ഇരുന്നാലും ആൾ വളരെ സുകൃതിയാണ്, അങ്ങനത്തെ വലിയ ആളായിരുന്നു. അതിനുശേഷം സിസ്റ്റർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠനത്തിൽ എൻ്റെ നേഴ്സിംഗ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ബാംഗ്ലൂർ കമ്മ്യൂണിറ്റിയുടെ ഞങ്ങളുടെ സുപ്പീരിയർ ആയിരുന്നു. അതിനുശേഷം സിസ്റ്റർ മാനന്തവാടിയിൽ വീണ്ടും തിരിച്ചു വന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. വലിയ മിഷനല്ല, ഒരു ചെറുതൊരു മിഷനുണ്ട്, പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഡി അഡിക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകുന്ന സ്ഥലമാണ്. അവിടുത്തെ അസിസ്റ്റൻ്റായിട്ട് സിസ്റ്റർ ജോലി ചെയ്തു കുറേ വർഷങ്ങൾ. അതിനുശേഷമാണ് ഇവിടുത്തെ മിഷന് വേണ്ടിയിട്ട് സിസ്റ്റർ സോഷ്യൽ വർക്കറാണ് ബേസിക്കലി. അപ്പോൾ ഇവിടെ വന്നിട്ട് സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടാണ് സിസ്റ്ററിനെ ഇങ്ങോട്ട് വിട്ടത്. ഇവിടെ വന്ന സാഹചര്യത്തിൽ സോഷ്യൽ വർക്കിനെക്കാട്ടിലും കൂടുതലായിട്ട് സിസ്റ്റർ ഫ്ലറിഷ് ചെയ്തത് ഹെൽത്ത് കെയർ മിനിസ്ട്രിയിലാണ്. ഞങ്ങളുടെ ശരിക്കും പ്രവർത്തനം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, പിന്നെ ഡി അഡിക്ഷൻ സെൻറ്റർ, എഡ്യൂക്കേഷൻ മിനിസ്ട്രി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ സോഷ്യൽ വർക്കർ എന്നതിനെക്കാട്ടിലും കൂടുതൽ ഹെൽത്ത് കെയർ മിനിസ്ട്രിയിലോട്ട് സിസ്റ്റർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. പക്ഷേ ആ സമയത്ത് പോലും അതെല്ലാം വളരെ ഡെഡിക്കേഷനോട് കൂടി വളരെ സിൻസിയറായിട്ട് സുപ്പീരിയർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ സിസ്റ്റർ ഏറ്റെടുത്ത് യേശു പറഞ്ഞ് അത് പോയി പഠിച്ച് അതിനുശേഷം സിസ്റ്റർ ജോലി ചെയ്യുമായിരുന്നു. ഇവിടെ സിസ്റ്റർ കൂടുതൽ ജോലി ചെയ്തത് ബ്രൂക്ക്ടെയിൽ എന്ന് പറയുന്ന നഴ്സിംഗ് ഹോമിലാണ് സിസ്റ്റർ ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ഇത്രയും വർഷങ്ങൾ 10-13 വർഷങ്ങൾ ഏറെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സിസ്റ്റർ ജോലി ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അവസരം കിട്ടി. സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ സിസ്റ്റർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് എനിക്കൊന്ന് പോകാനായിട്ട്, ഹോളി കമ്മ്യൂണിയും കൊടുക്കാനായിട്ട്. സിസ്റ്റർ ഇവിടെ വന്ന് ഹോളി കമ്മ്യൂണിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ഷാർലറ്റ് ഡയസസിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ തുടങ്ങിയപ്പോൾ നമ്മളിവിടെ സേവനം അനുഷ്ഠിക്കുന്ന സന്തോഷമുള്ളൂ. നമുക്ക് അച്ഛന്മാർ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഒത്തിരി സമയത്ത് ഇവിടെ വന്ന് ചെയ്യാനായിട്ട് ഒത്തിരി സമയം കിട്ടാറില്ല. ഉള്ള സമയത്ത് നമ്മൾ ഓണം പോലെ ആഘോഷിക്കാറുണ്ട് പറ്റുന്ന പോലെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സിസ്റ്റർ ഞങ്ങൾ കുർബാന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ സിസ്റ്ററിനെ കൊടുത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബ്രൂക്ക്ടെയിൽ പോകുന്നത്, നഴ്സിംഗ് ഹോമിൽ.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓർമ്മയൊന്നും ഇല്ലാത്ത മനുഷ്യരാണ് അവിടെയുള്ള അമ്മമാരൊക്കെ. പക്ഷേ സിസ്റ്റിനെ കണ്ടപ്പോൾ സിസ്റ്റിനെ കാണുന്ന ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് കാണുന്നത്. പക്ഷേ അവരുടെ മെമ്മറിയിൽ സിസ്റ്റിൻ്റെ ആ സ്മൈലും സിസ്റ്റിൻ്റെ സാന്നിധ്യവും എത്രമാത്രം വ്യക്തമാക്കുന്നതാണെന്നുള്ളത് എനിക്കത് മനസ്സിലായി. ഓരോരുത്തരെയും ചെന്ന് സിസ്റ്റ് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും പേര് ചൊല്ലാൻ അവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഓടി വന്ന് ഹഗ് ചെയ്ത് സിസ്റ്റിനെ വളരെ സ്നേഹത്തോടു കൂടി അവർ ആദരിക്കുകയോ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഇപ്പം സിസ്റ്റർ എവിടെയായിരുന്നാലും ഞങ്ങളുടെ ഒരു കോൺഗ്രിഗേഷനെയാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുക. അതൊരു വളരെ ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. അപ്പം അതിന് താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ സിസ്റ്റർ ഇത് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സ്റ്റോറി. പിന്നെ കോൺവെൻറ്റിലായിരിക്കുന്ന സമയത്ത് ആര് കോൺവെൻറ്റിലോട്ട് കടന്നു വന്നാലും വളരെ സ്നേഹത്തോടു കൂടി ഹാർദവമായിട്ട് സ്വീകരിച്ച് നല്ലൊരു ജെൻറ്റിൽ സ്മൈലൊക്കെ കൊടുത്ത്, പിന്നെ സിസ്റ്റർ നല്ലൊരു ഷെഫാണ്. കണ്ടാൽ ഇങ്ങനെയൊക്കെ തോന്നുമാലും നല്ലൊരു ഷെഫാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാം വെട്ടി ഞുറുക്കി നല്ല രുചികരമായിട്ടുള്ള ഒരു ഫുഡ് സിസ്റ്റർ പാകം ചെയ്ത് അത് ചുമ്മാ കൊണ്ട് മേശപ്പുറത്ത് വെക്കുകയല്ല, വളരെ സ്നേഹത്തോടെ. അമ്മമാരായിരിക്കുന്നവർക്കറിയാം അമ്മമാർ എത്ര സ്നേഹത്തോടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡ് ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് അത് ചൂടോടെ ഒന്ന് കഴിപ്പിക്കണം. പുള്ളി കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ കഴിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഏറെ സ്നേഹത്തോട് കൂടെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, ദേവാലയത്തിൽ തിരി കത്തിക്കുന്ന മുതൽ, പള്ളി ഒരുക്കുന്ന മുതൽ, സാക്രിസ്റ്റി ജോലി ചെയ്യുന്നത്, ഗാർഡനിൽ വെള്ളം ഒഴിക്കുന്നത്, ഞങ്ങളെക്കാട്ടിൽ ഊർജ്ജസ്വലമായിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ജൂലിയ. അപ്പം ഇതൊക്കെയാണ് മിസ്റ്റർ ജൂലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓർക്കുമ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്? ഇവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ആപ്പാടെ 15 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 കോൺവെൻറ്റുകളാണുള്ളത്. ഒന്ന് ഹൈ പോയിന്റിൽ, അതാണ് ഞങ്ങളുടെ വലിയ കോൺവെൻറ്റ്, അവിടെ 9 പേരുണ്ട്. ക്ലോവർ, ലേക്ക് വാലി, സൗത്ത് കലൈന, അവിടെ 2 സിസ്റ്റേഴ്സാണുള്ളത്. പിന്നെ ഇവിടെ ഞങ്ങൾ 3 പേര്. അപ്പോൾ സൗത്ത് കലൈനയിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഞങ്ങളുടെ ഒരു ബിഗ് ബോസ് ആയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആൾ നാട്ടിലോട്ട് പോയി, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. അപ്പോൾ ഒരാളെ പകരം നമുക്ക് അങ്ങോട്ട് കൊടുക്കണം. നാട്ടിൽ നിന്ന് വരാനായിട്ട് അത്ര ഈസി അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരാളെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കുറി വന്നപ്പം സിസ്റ്റർ ജൂലിയയ്ക്കാണ് ആ കുറി വന്നത്. സിസ്റ്ററിന് അറിയാം, സിസ്റ്റർ ഏതാണ്ട് ഒരു റിട്ടയർമെൻറ്റിൻ്റെ പ്രായത്തിലാണ് ഇരിക്കുന്നത്, കണ്ടാൽ തോന്നില്ല. സോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചപ്പം നമ്മൾക്ക് എപ്പോൾ ചോദിച്ചാലും പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സ് ചോദിച്ചാൽ നമ്മൾ പോകാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നോ പറയാനായിട്ടുള്ള ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു 2 ലൈൻ പാടാം. ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഫഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പാട്ടുകാരിയൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് പ്രൊഫഷൻ്റെ സമയത്ത് ഞങ്ങൾ ഉടുപ്പ് മാറാനായിട്ട് ഞങ്ങൾ സാരി ഉടുത്ത് പോയി വെയിലൊക്കെ വെച്ച് ഉടുപ്പൊക്കെ ഇട്ട് വരാനായിട്ടൊരു സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കായിക സംഘം പാടുന്നൊരു പാട്ടുണ്ട്. കുരിശിൻ്റെ മുൻപിൽ ശിഷ്യൻ വരിക്കും ചൈതന്യമല്ലോ വ്രതങ്ങൾ, ഗുരുവിനെ എന്നും പിന്തുടർന്നിടാൻ മാർഗങ്ങളല്ലോ വ്രതങ്ങൾ. ഇതൊരു ആദ്യത്തെ 4 സ്റ്റാൻസ മാത്രമാണ്, കുറച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 3 വ്രതങ്ങൾ എടുക്കുമ്പോൾ ആ വ്രതത്തിൽ പറയുന്നതാണ് ദാരിദ്ര്യം, അനുസരണം, കന്യാവ്രതം. അതൊക്കെ ദാരിദ്ര്യം, കന്യാവ്രതം അതിൻ്റെ വഴിക്ക് അങ്ങനെ പൊക്കോളും. പക്ഷേ അനുസരണമാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട്. അതെന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുണ്ടല്ലോ റിബൽ ചെയ്യുക എന്നുള്ളത്. ഹ്യൂമൻ എന്ന പേരിൽ സാധാരണമാണ് ഏത് ലൈഫിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തിരിക്കുന്ന വ്രതത്തിൻ്റെ പേരിൽ തമ്പുരാൻ്റെ മുമ്പിൽ ബിഷപ്പിനെ തമ്പുരാനായിട്ട് കണ്ട് നമ്മൾ വ്രതം എടുക്കുന്നതാണ്. ആ സമയത്ത് സുപ്പീരിയേഴ്സ് വഴിയായിട്ട് നമ്മൾ വ്രതം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അനുസരണത്തിന് പാകപ്പെട്ടവരാണ്, അതിന് കടമപ്പെട്ടവരാണ്. അപ്പോൾ സിസ്റ്റർ അത് ഏറ്റെടുത്തു. സിസ്റ്റർ സന്തോഷത്തോടെ, ആദ്യമൊക്കെ ഒരു ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞങ്ങൾക്കും അത് കേട്ടപ്പോൾ വിഷമമായിരുന്നു. ഈ പ്രായത്തിൽ ട്രാൻസ്ഫർ ആകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ നാട്ടിലെ സാഹചര്യത്തിൽ എവറി 4 ഇയേഴ്സ് നമുക്ക് ട്രാൻസ്ഫറാണ്. അത് ജസ്റ്റ് ഞങ്ങളോട് ചോദിക്കും ട്രാൻസ്ഫർ ആകാമോ എന്ന് ചോദിക്കും. പക്ഷേ എങ്ങോട്ടാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ യേശു പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളതല്ല, ട്രാൻസ്ഫർ ലിസ്റ്റ് കൈ കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുകയെന്നുള്ളത്. അപ്പോൾ 121 സങ്കീർത്തനം പറയുന്ന പോലെ ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും, അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് തന്നെ. അതാണ് സിസ്റ്റർ ജൂലിയായും ഇപ്പോൾ ആക്കാൻ പോകുന്നത്. പിന്നെ സിസ്റ്റർ ട്രാൻസ്ഫർ ആകുന്നത് അടുത്ത ശനിയാഴ്ചയാണ്. അടുത്ത ശനിയാഴ്ചയുടെ പ്രത്യേകത എന്താ? ദുക്രാന വെള്ളിയാഴ്ച, ജൂലൈ 4. അപ്പോൾ 250 വർഷങ്ങളാകുവാണ് അമേരിക്ക ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അപ്പം വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി 250 വർഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സിസ്റ്റർ ആഘോഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ ആണ് അതിൻ്റെ തലേ ദിവസം. അപ്പോൾ സെൻറ്റ് തോമസ് പാകിയ വിശ്വാസത്തിൻ്റെ തീഷ്ണത പാകാനായിട്ട് ഇപ്പം ഇവിടെയൊക്കെ സിസ്റ്റർ പാകി കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി എക്സിറ്റുകൾ കാണും. നാട്ടിലാണെങ്കിൽ മയിൽക്കുറ്റികൾ കാണും. പണ്ടത്തെ സാഹചര്യത്തിൽ ഇത്ര മൈൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്തെത്തി എന്നുള്ള നാട്ടിലെ സാഹചര്യത്തിൽ. പക്ഷെ ഇവിടെയാണെങ്കിൽ എക്സിറ്റ് ഇന്നതെന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതൊക്കെ ഈ കോൺവെൻറ്റ് ഷാലറ്റ് കമ്മ്യൂണിറ്റി ഒരു ഇടത്താവളമായിരുന്നു. ഈ അടുത്ത താവളത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗ്ഗമാണ്. സ്വർഗ്ഗം ലക്ഷ്യമാക്കി പോകുന്നവരാണ് ഞങ്ങൾ. അപ്പം അതിൻ്റെ അടുത്ത താവളത്തിലോട്ട് സിസ്റ്റർ പോവുകയാണ്.
നദി ഒഴുകുന്നത് എപ്പോഴും പുറകോട്ടല്ല, മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ തലതിരിച്ചൊഴുകുന്ന വളരെ കുറച്ച് നദികളേ ഉള്ളൂ. അതിലൊന്നാണ് കബനഗിരി, അത് ആൻമേരിയുള്ള സ്ഥലം. പക്ഷേ നമ്മളത് ഒത്തിരി കണ്ടിട്ടില്ല. കാരണം നദികൾ ഒഴുകുന്ന സമയത്ത് ഇത് കല്ലുകളിൽ കൂടെയും പുല്ലുകളിൽ കൂടെയൊക്കെ തട്ടി 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 ഒഴുകി വെള്ളം തെറിപ്പിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ അങ്ങനെ പല തട്ടി തട്ടി മുട്ടി കല്ലുകളിൽ കൂടെയൊക്കെ കടന്നുപോയി പാകപ്പെട്ടിപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നദിയുടെയൊക്കെ കരയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി കല്ലുകൾ കാണും. പക്ഷെ ചില കല്ലുകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. എന്തുകൊണ്ട് അത് മിനുസപ്പെട്ടതായിരിക്കും, നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും. അത് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ കുറച്ച് വരച്ചൊക്കെ അവത്തിൽ എഴുതിയൊക്കെ നമ്മുടെ ടേബിൾ മേശപ്പുറത്ത് എന്നാ പറയുന്നത്, കല്ലൊക്കെ വെക്കുന്നതിന് എന്നാ പറയുന്നത്, പേപ്പർ വെയിറ്റായിട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ വെക്കും. അന്ന് പറഞ്ഞതുപോലെ സിസ്റ്റർ അത് പാകപ്പെട്ടു, മിനുസപ്പെട്ടു, ഒത്തിരി തട്ടിമുട്ടിയൊക്കെ പോയി, സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിച്ചു. ഇപ്പോൾ സിസ്റ്റർ മാറിപ്പോകുമ്പം ഞങ്ങൾക്ക് നല്ല തേങ്ങലുണ്ട് ഉള്ളിൽ, സങ്കടമുണ്ട്. സിസ്റ്ററിന് ഫെയർവെൽ പറയും. ഇതൊരു ഫെയർവെൽ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെയർവെൽ ഇല്ല സന്യാസത്തിൽ. ഇപ്പം പോയി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിസ്റ്ററിന് ഈ അവസരത്തിൽ എല്ലാ നന്മകളും പ്രാർത്ഥനകളും തരുന്നു. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops on us are falling, but for the showers we plead. ജൂലിയമ്മ എല്ലാ നന്മകളും നേരുന്നു. ഞാൻ പലരും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് സിസ്റ്ററിനെ ജൂലിയ അമ്മ എന്ന്. എന്തുകൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നത്? ഒരു അമ്മത്വം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്നത്. എന്നെ ഒന്നും ആരും അങ്ങനെ സമയത്ത് വിളിക്കാറില്ല, തോന്നിയിട്ടില്ല. ജൂലിയമ്മയെന്ന് വിളിക്കുന്നതിന് ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ ജൂലിയമ്മയെന്ന് വിളിക്കുന്ന സ്നേഹത്തോടെ. അപ്പം ജൂലിയമ്മയ്ക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ഞാൻ ഇടവകനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഇവിടെ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യപ്പെട്ട സമയത്ത് അച്ഛന് നന്ദി, ഇങ്ങനെ ഒരു പ്രിവിലേജ് തന്നതിന്. അപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന് എല്ലാ നന്മകളും നേരുന്നു.